അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിസംബർ ആണല്ലോ അല്ലേ. ഡിസംബറിൽ ഇപ്പോൾ നമുക്കറിയാം മഞ്ഞുമാസമൊക്കെ ആയിട്ട് നല്ല ആഘോഷങ്ങളാണ്. പപ്പാനി വരുന്ന ആഘോഷവും കേക്ക് കട്ടിങ്ങും ഫങ്ഷനുകളുടെ നാളുകളാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചാലോ. കേക്ക് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല ഈർപ്പൊന്നും ഇല്ലാത്ത ഒരു ബൗൾ എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മൈദമാവ് 1/4 കപ്പ് എടുക്കണം. ഈ മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ടാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊക്കോ പൗഡർ വേണം 1/4 കപ്പ്. പിന്നെ കോൺഫ്ലവർ പൗഡർ 1 ടീസ്പൂൺ വേണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വീതം വേണം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് അരിച്ചെടുക്കണം. നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം അരിക്കാൻ പറ്റുമോ അത്രത്തോളം അരിച്ച് നൈസ് പൗഡറാക്കിയിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആവണം. അത് എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 2 മുട്ട എടുക്കണം. 2 മുട്ട എന്ന് പറയുമ്പോൾ വലിയ മുട്ടയ്ക്കാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. അതുകൊണ്ട് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് അത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് ചേർക്കാൻ. മണമുള്ള ഓയിലൊന്നും പാടില്ല. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ചെറുതായി ബീറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ചെറുതായി ബീറ്റ് ചെയ്ത്, എന്നാൽ പെട്ടെന്ന് തന്നെ അത് കഴിയുന്ന തരത്തിൽ ഹൈ സ്പീഡിലൊന്നും ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ചെറുതായി ബീറ്റ് ചെയ്യുകയും വേണം, പെട്ടെന്ന് തന്നെ കഴിയുകയും വേണം, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയാവും, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം കേട്ടോ. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിലൊക്കെ തടവി നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു കുക്കറിലാണ് നമ്മളിത് വെച്ചത്. ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതാണ്. ഒരു 30-40 മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു സമയം. അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. നല്ല പെട്ടെന്ന് ഇങ്ങനെ പോരുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഇതാവും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഉരുക്കി ഒഴിക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു ബൗൾ വെച്ച് ആ ബൗളിലേക്ക് ചൂടുള്ള പാല്, ആ പാലിലേക്ക് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മുകളിലേക്കാണ് ചോക്ലേറ്റ് ഇട്ട് മെൽട്ടാക്കേണ്ടത്. ചോക്ലേറ്റിൻ്റെ ഒപ്പം ഞങ്ങൾ പാൽപ്പൊടിയൊക്കെ കുറച്ച് ചേർത്തിട്ടാ ഒരു ടേസ്റ്റിന്. അങ്ങനെ ഇടണമെന്നൊന്നുമില്ല, അത് ഓപ്ഷനാണ്. അപ്പം ഞങ്ങളത് അങ്ങനെ ഇട്ട് ഇത്തിരി ടേസ്റ്റ് കൂട്ടുകയെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് ആഡ് ചെയ്യണം. നല്ല ഭംഗിക്കൊക്കെ കുറച്ച് ക്ഷമ വേണം ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി അതിന് മുകളിലായി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു പീസ്, അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആ ചോക്ലേറ്റ് അല്ല, ആ സൈഡ് ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്ന ഡെക്കറേഷനും ഈ ലവ് ചിഹ്നമൊക്കെ ആ ഒരു പീസ് ബാലൻസ് വന്ന ആ പീസ് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ച് കട്ട് ചെയ്ത് കഴിച്ചു. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഡിസംബർ കേക്കുകളുടെ മാസത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.